ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റൈൽ ഓഫ്. ഞാൻ ആക്ച്വലി ഒരുപാട് നാളായി തെയ്യം കാണണം എന്നൊക്കെ വിചാരിക്കണേ, കണ്ണൂരിലേക്ക് പോകണം തെയ്യം കാണണം എന്നൊക്കെ. പക്ഷെ ഇന്ന് വരെ എനിക്ക് സാധിച്ചില്ല. ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഒരു 5 മണിക്ക് ഞാൻ ഇറങ്ങി അമ്പലത്തിലേക്ക് പോയി. നേരെ പതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ടേക്ക് ടിക്കറ്റ്സ് ജനറലാണ് എടുക്കണേ. ഐ ഹാവ് നോ ഐഡിയ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കിയൊക്കെ. സ്ലീപ്പർ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞങ്ങൾ KSRTC റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ കാര്യമില്ല, അവനിപ്പോ പറഞ്ഞോളൂ. അവൻ വെള്ളച്ചട്ടീന്റെ ആളാണ്. അതെ, ഞാൻ കുളിച്ചിട്ടുമില്ല, അമ്പലത്തേക്ക് പോയിട്ടില്ല, ഞാൻ ചോപ്പച്ചട്ടീന്റെ ആളാണ്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഉറപ്പാ. ഞാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, KSRTC റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോ. സുമിയനെ ഒരു കുതിരച്ചലായിരിക്കും. സുമിയന്റെ അപ്പൊ ഞങ്ങൾ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുർത്തിയൊക്കെ ഇട്ടിട്ട് ട്രെയിൻ വന്നില്ല. നമ്മളെ ട്രെയിൻ എത്താനായിരിക്കുന്നു. നോക്കൂ, ജനറൽ കോച്ചിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. യശബി നല്ല കലിപ്പിലാണ്. പേരെന്താ? പേര് വെറുതെ നമ്മളിനി എന്താ കാണാ? വെറുതെ അങ്ങനെ ഞങ്ങൾ ആകെ ടയേർഡായി. റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് നടന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താ, ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളിപ്പോ വായിക്കാനറിയില്ല, സംഭവം വേറെ പരിചയമൊന്നുമില്ല, വെറുതെ എന്തോ പോലെ പോണു. ആരെങ്കിലും ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എടുത്തിട്ട് ഭയങ്കര സൂപ്പറാവെന്ന് പറഞ്ഞു. അത് മുന്നിപ്പോയി. ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി എന്തെന്നുണ്ട്. എല്ലാ ഇങ്ങനെ പറഞ്ഞ ആൾക്ക് വഴി വരുന്ന അറിഞ്ഞൂടെ. പഴയങ്ങാടി വെച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഈ പുള്ളിക്കൽ ഫാർമസി ഇങ്ങനെ പോകുന്ന എനിക്ക് ഞാൻ പോവും. നമ്മളിനി എന്തായാലും പഴയങ്ങാടിക്ക് പോവാണ്. നമുക്ക് അവിടെ വെച്ചാൽ നമ്മൾ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർ നമ്മളോട് അന്നദാനം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്നദാനം കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. 4 കറികളൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള അന്നദാനം ആയിരുന്നു കേട്ടോ. ഈ കുഞ്ഞുകുട്ടീൻ്റെ കൂടെ തന്നെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും ഫുഡിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് വെള്ളം തരുന്നതിൻ്റെ ഉള്ളിൽ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കരുത്. ഒരാൾ വന്ന് വെള്ളം ഒഴിക്കും, പിന്നെ മറ്റേ കുട്ടി വന്ന് വീണ്ടും വെള്ളം ഒഴിക്കും. പിന്നെ ഞങ്ങൾ തെയ്യത്തിൻ്റെ ഒരു ഗ്ലിംസ് പോലെ കണ്ടു. പക്ഷെ അപ്പോഴത്തേനും തെയ്യം കഴിഞ്ഞു. ഒരു ഡ്രീം കേക്ക് മേടിച്ചിരുന്നു. 50 രൂപയ്ക്ക്. എങ്ങനെയുണ്ട് ഷബി? ഭയങ്കരമായിട്ടും ടയേർഡായി, നന്നായിട്ട് ടയേർഡായി. ഉറക്കമില്ല, ഒന്നുമില്ല. ഒരുപാട് നല്ല വെയിലായതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തു. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ലവറായി ഞാൻ ബോൾ ഗ്രേപ്പ് ജ്യൂസ് മേടിച്ച് കുടിച്ചു. നല്ല പെരുമാറ്റം ഉണ്ടായിരുന്നു കുട്ടികളെ കിടന്നാൽ. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ആയിരുന്നു കേട്ടോ. വേറൊരു ദിവസം വന്ന് ചെയ്യാൻ കാണുന്നു. നമ്മളിത് ഇവിടെ നല്ല ഷവർമയും നല്ല ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കാം. കണ്ണൂർ ഞങ്ങളിവിടെ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാനൊരു പൊറോട്ട റോൾ കഴിച്ചു. പിന്നെ എന്തെല്ലാണ്ടൊക്കെ കഴിച്ചു. നമ്മുടെ ബസ് അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ക്ഷീണിച്ച് വയ്യാണ്ടായി ഞാനും മേശബിക്കും ബസ് കിട്ടി തിരിച്ചു പോകുന്നു.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കും? കുത്തിക്കഴപ്പും എടുത്തുചാട്ടും ഉറക്കവും ഇല്ലാണ്ട് എങ്ങോട്ടും പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതേപോലെ എല്ലാം പാളിപ്പോയി, സമയം പോയി, പൈസയും പോയി, ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ, പിന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന മണ്ടത്തരങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ബെയർ മിനിമം മാത്രമാണിത്. അപ്പം ഇതേപോലത്തെ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ലൈഫ് കാണാൻ വേണ്ടിയിട്ടും എന്നെ ഫോളോ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഗുഡ് ബൈ.